എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സുപ്രധാന നിയമങ്ങൾ എന്ന നമ്മുടെ ടോപ്പിക്കിൽ 2021 മുതൽ 25 വരെ PSC നടത്തിയിട്ടുള്ള അതിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പറാണ് ചർച്ച ചെയ്തു പോകുന്നത്. അതിലുള്ള ഒരു വിഷയം ഏതാണ് എടുത്തിരിക്കുന്നത്? പോക്സോയാണ്. അതിൽ പോക്സോയിലെ രണ്ടാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്കാണ് പോകുന്നത്. നമ്മുടെ സീരീസ് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ 2021 മുതൽ 2025 വരെ കേരള PSC നടത്തിയിട്ടുള്ള എക്സാമുകളിൽ സുപ്രധാന നിയമങ്ങളിൽ നിന്നും എന്തൊക്കെ ചോദ്യങ്ങളാണ് PSC ഇതുവരെ ചോദിച്ചത്, അതിൽ തന്നെ സുപ്രധാന നിയമങ്ങളിൽ എടുത്തെടുത്ത് ടോപ്പിക് എടുത്തെടുത്ത് വരും. പോക്സോയിൽ നിന്നും എന്തൊക്കെ ചോദിച്ചു, ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ നിന്ന് എന്തൊക്കെ ചോദിച്ചു, വിവരാവകാശ നിയമത്തിൽ നിന്ന് എന്തൊക്കെ ചോദിച്ചു, വനിതാ കമ്മീഷനിൽ നിന്ന് എന്തൊക്കെ ചോദിച്ചു, മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് എന്തൊക്കെ ചോദിച്ചു, അങ്ങനെ ടോപ്പിക്കുകൾ ചെയ്തു തരും കേട്ടോ. സുപ്രധാന നിയമങ്ങൾ ആദ്യം കഴിയട്ടെ, എന്നിട്ട് മറ്റതെടുക്കാം കേട്ടോ. ഓരോ മൊഡ്യൂൾ തീർക്കാം. അതേപോലെ കൂട്ടുകാർ ചോദിച്ചു കലാ സാഹിത്യം സംസ്കാരം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു GK ടോപ്പിക് ഏതൊക്കെ തന്നിട്ടുണ്ടോ ആ ടോപ്പിക് എല്ലാം ഉൾപ്പെടും. അത് കലാ സാഹിത്യം സംസ്കാരം ആയിക്കോട്ടെ, IT മേഖല ആയിക്കോട്ടെ, ഏതാണെങ്കിലും ഹിസ്റ്ററി, ജോഗ്രഫി, പിന്നെ കലാ സാഹിത്യം സംസ്കാരം, IT, ഭരണ സംവിധാനങ്ങള്, സുപ്രധാന നിയമങ്ങള്, ഭരണഘടന, എക്കണോമിക്സ് എല്ലാം വരും. ഞാൻ അവിടെ വേറെ ചോദ്യങ്ങളെ വേണ്ട കേട്ടോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം. പിന്നെ ഓരോ ടോപ്പിക്കും കേരള ഭരണ സംവിധാനം എന്ന ടോപ്പിക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് തണ്ണീർത്തട സംരക്ഷണത്തിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻ വന്നു, ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻ വന്നു, സംസ്ഥാന സർവീസുകളിൽ നിന്ന് എന്തൊക്കെ വന്നു, തൊഴിലും ജോലിയിൽ നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻ വന്നു, അങ്ങനെ നിങ്ങൾക്ക് 2023 മുതൽ 25 വരെ പ്രത്യേകം ഞാൻ എടുത്തു തരാം. പിന്നെ കൂട്ടുകാരോട് ഞാൻ ഒരു കാര്യം പറയാണ്, ഇപ്പൊ നമ്മൾ പോക്സോ ഞാൻ ഈ പോക്സോ ഒന്ന് കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പരമാവധി ഒരു ക്ലാസ്സിൽ തന്നെ ഒരൊറ്റ ക്ലാസ്സിൽ തന്നെ എന്ത് ചെയ്യാം, ഓരോ ടോപ്പിക്കിൽ നിന്നും എന്തൊക്കെ വന്നു എന്നുള്ളത് ഞാൻ തരാനായിട്ട് പരമാവധി ഞാൻ ശ്രമിക്കാം കേട്ടോ. പരമാവധി ശ്രമിക്കാം. നമ്മളിപ്പോൾ പോക്സോ എന്ന് പറയുമ്പോൾ കാരണം എക്സ്പ്ലനേഷൻ നടക്കില്ല. അത് എന്താ ചോദിച്ചാൽ നമ്മളിപ്പോൾ പോക്സോ പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് തരുമല്ലോ, ഒരു 4 കൂട്ടുകാർക്ക് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കി തരാണ്. നിങ്ങൾക്കത് ഈ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ സമയം ചെലവഴിക്കുന്നത്. അതൊന്ന് നിങ്ങളൊന്ന് കേൾക്കാനായിട്ടെങ്കിലും ഒന്ന് മനസ്സ് കാണിക്കുക കേട്ടോ. ഇപ്പോൾ ഒരു ഓപ്ഷൻ തന്നു, അതിൽ 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. ആ 4 സ്റ്റേറ്റ്മെന്റിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെയൊക്കെ പറഞ്ഞുതരാം. അല്ലാതെ നമുക്ക് ആ ടോപ്പിക് അങ്ങോട്ട് ഇരുന്ന് വീണ്ടും റിവിഷൻ അങ്ങനെ തിന്നു കഴിഞ്ഞാൽ ഇതെവിടെയും എത്തില്ല. നമുക്ക് എക്സാമുകളെ പരിചയപ്പെടാൻ കഴിയില്ല. PSCയുടെ മർമ്മം എന്ന് പറയുന്നത് തന്നെ PYQ ആണ്. അപ്പൊ നമ്മളെ ചോദ്യം ഇപ്പൊ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ എടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് 10th നിലവാരത്തിൽ എന്ത് ചോദിച്ചു, +2 നിലവാരത്തിൽ എന്ത് ചോദിച്ചു, ഡിഗ്രി നിലവാരത്തിൽ എന്ത് ചോദിച്ചു, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന ടോപ്പിക് ഇപ്പൊ 7ാം ക്ലാസ് ആണെങ്കിലും 10ാം ക്ലാസ് ആണെങ്കിലും +2 ഡിഗ്രി ഏതുമായിക്കോട്ടെ എല്ലാം ഇതിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിലെത്തും. അപ്പൊ നിങ്ങൾ അത്രയും ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുമ്പോൾ തന്നെ അവിടെ എന്തായി, ഏകദേശം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. പിന്നെ ഞാൻ ആ മനുഷ്യാവകാശ കമ്മീഷൻ എന്നിട്ട് 1993 ഒക്ടോബർ 12-നാണ്, കാരണം ആ ക്വസ്റ്റ്യൻ അവിടെ വന്നിട്ടുണ്ടാവും, അവിടെ ഓൾറെഡി PSC ചോദിച്ചിട്ടുണ്ടാകും. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ഡീപ്പായി പറഞ്ഞ ആ ടോപ്പിക് അവിടെ കഴിയില്ല. പിന്നെ നമ്മൾ എവിടെ എത്താണ്ട് തൊടാതെ നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. കണ്ടോ? പരമാവധി ഞാൻ ആ ഓപ്ഷനിലുള്ള 4 ഓപ്ഷനിൽ തരുമല്ലോ. ഇപ്പൊ ഡിഗ്രി ലെവലൊക്കെ ആകുമ്പോൾ വലിയ ഓപ്ഷൻ ആയിരിക്കും. അതിന്റെ ആൻസർ ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ അതിന്റെ വന്നിട്ട് നിങ്ങൾ സഹകരിച്ചിട്ട് പോകണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ എന്ത് ചെയ്ത് തരാം, വേഗം ഇപ്പൊ പോക്സോ എന്തായാലും കഴിഞ്ഞ പോക്സോ ക്ലാസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പൊ നടക്കുന്നത് 2025 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പൊ പോക്സോയിൽ വന്നിട്ടുള്ളൂ. ഇത് നിങ്ങൾക്ക് 2021 23 നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ തരാം കേട്ടോ. അതോടുകൂടി പോക്സോ കഴിയും. അപ്പൊ 2-3 ക്ലാസ് ആയിട്ട് ഓരോ ടോപ്പിക് തീർക്കാന്ന് പറയുമ്പോൾ നടക്കില്ല. അപ്പൊ ഞാൻ ആ ക്വസ്റ്റ്യൻ എന്താണോ അതിന്റെ ആൻസർ എന്താണെന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നിട്ട് പോകാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഓരോ ടോപ്പിക്ക് നമുക്ക് ഇപ്പൊ വിവരാവകാശം ആണ് അടുത്തത് ക്ലാസ്സിലെങ്കിൽ എന്ത് ചെയ്യാം, ആ വിവരാവകാശവുമായി ബന്ധപ്പെട്ട് 2021 22 23 24 25 എന്തൊക്കെ ചോദിച്ചോ അത് മുഴുവൻ ഞങ്ങളുടെ ഒരൊറ്റ ക്ലാസ്സിൽ ഞങ്ങൾ തീർക്കാം കേട്ടോ. അങ്ങനെ ക്ലാസ് നമുക്ക് പെട്ടെന്ന് തീർത്ത് പോകാം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നിങ്ങളുടെ ചാനലിൽ സപ്പോർട്ട് വേണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര കുറവാണ്. നിങ്ങൾ വ്യൂ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് സപ്പോർട്ട് ഇല്ലാതെ ഇത്രയും റിസ്ക് എടുത്തിട്ട് ക്ലാസ്സുകൾ ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര റിസ്ക് ആണ് ഇതിന്റെ പിന്നാലെ ഇരിക്കുക എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് താഴെ കമന്റ് ഒക്കെ വന്നിട്ടിട്ട് കൂട്ടുകാർക്കൊക്കെ ഒന്ന് പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. ഒരു 5 മിനിറ്റ് നിങ്ങളുടെ വിലപ്പെട്ട സമയം എടുത്തിട്ടുണ്ട്. അതിനോട് എന്നോട് ക്ഷമിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ തീർത്തു തരാൻ വേണ്ടിയിട്ടാണ്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം അടുത്തു കഴിഞ്ഞു, ലാബ് അസിസ്റ്റന്റ് എക്സാം അടുത്തു കഴിഞ്ഞു. അപ്പോഴേക്ക് ഏകദേശം ടോപ്പിക്കുകൾ നിങ്ങൾ ഒരു ദിവസം ഒരു ടോപ്പിക് എടുത്തു തന്നാൽ തന്നെ എന്താണ് അതിന്റെ ആൻസർ ഞാൻ പറഞ്ഞു തരാം. കേൾക്കുന്നുണ്ടോ? അപ്പൊ പിന്നെ സ്റ്റേറ്റ്മെന്റിൽ ഇതൊക്കെ വന്നാൽ അതിന്റെ ഒക്കെ പറഞ്ഞു തരാം. അത് സഹകരിക്കണം കേട്ടോ നിങ്ങൾ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം.
നോക്കൂ മക്കളെ, പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ്? ചോദ്യം ചോദിച്ചതാണ്. പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ്? കാറ്റഗറി നമ്പർ 109/2024 ചോദ്യമാണ്. ഏതാണ് പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ്? 18 വയസ്സിന് താഴെയുള്ള ഏതൊരു കുട്ടിയും ട്ടോ, 18 ഏജിന് താഴെ ഉള്ള ഏതൊരു കുട്ടിയും, അത് ആണുമാകാം പെണ്ണുമാകാം. പെട്ടെന്ന് നമ്മൾ പോക്സോ പറയുമ്പോൾ പെൺകുട്ടികൾക്ക് മാത്രമാണ്, അല്ല ട്ടോ, ആൺകുട്ടികൾക്കും ഈ നിയമം ബാധകമാണ്. പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ്? 18 വയസ്സിന് താഴെയുള്ള ഏതൊരു കുട്ടിയും പോക്സോ നിയമപ്രകാരം കുട്ടിയാണ്. അടുത്ത നോക്കൂ മക്കളെ, 2012 പോക്സോ നിയമത്തിലെ ഏതു വകുപ്പാണ് ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇപ്പൊ ലൈംഗിക ഇത് കഴിഞ്ഞാൽ, അതിക്രമം കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്, ഈ ക്വസ്റ്റ്യൻ ഡിലീഷൻ ആയിരുന്നു, പക്ഷെ 8ലാണ് കേട്ടോ. ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 8 ആണ് കേട്ടോ. ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 8 കേട്ടോ. മറക്കരുത്, ശിക്ഷ ഏതാണ്? 8ന്റെ പണി കിട്ടും ട്ടോ. അങ്ങനെ ചെയ്താൽ മതിയേ. ലൈംഗിക അതിക്രമം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? 8ന്റെ പണി കിട്ടും, നല്ല ശിക്ഷ കിട്ടും ട്ടോ. അങ്ങനെ ആലോചിച്ചോ. അടുത്തത് 2015 ജുവൈനൽ ജസ്റ്റിസ് നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ജുവൈനൽ എന്നതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ ജുവൈനൽ ജസ്റ്റിസ് നിയമം വന്ന വർഷം പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട് ട്ടോ. 2015 ആണ്. 2015 ജുവൈനൽ ജസ്റ്റിസ് നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ജുവൈനൽ എന്നതിന്റെ അർത്ഥം എന്താണ്? ജുവൈനൽ എന്നതിന്റെ അർത്ഥം വരുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടിയാണ് കേട്ടോ. 18 വയസ്സിന് താഴെ ഉള്ള, നമ്മളിപ്പോ പോക്സോ പറയുമ്പോൾ 18 വയസ്സ്, അപ്പൊ ജുവൈനൽ പറയുമ്പോൾ അതിന്റെ താഴെയാണെന്ന് ചിന്തിക്കാൻ പാടില്ല. 18 വയസ്സിന് താഴെയുള്ള കുട്ടിയാണ് ഏത്? ജുവൈനൽ ജസ്റ്റിസ് നിയമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. ബാലവേല എത്രയാണ്? ബാലവേല അതാണ് 14 വയസ്സിന് താഴെയാണ് കേട്ടോ. ബാലവേല 14 വയസ്സിന് താഴെയാണ്. പോക്സോ 18 ഏജിന് താഴെയാണ്. ജുവൈനലിന്റെ 18 വയസ്സിന് താഴെയാണ്. മനസ്സിലായോ? ഇനി പോക്സോ നിയമം 2012 എത്ര വകുപ്പുകളാണ് ഉള്ളത്? പോക്സോ നിയമം 2012 എത്ര വകുപ്പുകളുണ്ട്? എത്ര വകുപ്പുകളാണ് ഉള്ളത്? എത്ര വകുപ്പുകളാണുള്ളത്? 46 വകുപ്പുകളാണ് കേട്ടോ. 46 വകുപ്പുകളാണ് 2012 പോക്സോ നിയമത്തിൽ ഉള്ളത്. ഇപ്പൊ നമ്മൾ 4 ക്വസ്റ്റ്യന്റെ ആൻസർ പഠിച്ചു. പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ്? 18 വയസ്സിന് താഴെയുള്ള ഏതൊരു കുട്ടിയും പഠിച്ചോ. 2012 പോക്സോ നിയമത്തില് ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്, ലൈംഗിക അതിക്രമം ചെയ്താൽ 8ന്റെ പണി കിട്ടുന്നു ചിന്തിക്കുക. 8ആണ് വകുപ്പ്. 2015 ജുവൈനൽ ജസ്റ്റിസ് നിയമത്തിലെ വ്യവസ്ഥ പ്രകാരം ജുവൈനൽ എന്നതിന്റെ അർത്ഥം 18 വയസ്സിന് താഴെയുള്ള കുട്ടി എന്നാണ്. പോക്സോ നിയമം 2012 എത്ര വകുപ്പുകളുണ്ട്? 46. പോക്സോ നിയമം 2012 എത്ര വകുപ്പുകളുണ്ട്? 46. 2012 പോക്സോ നിയമപ്രകാരം ആർക്കെതിരെയാണ് പ്രേരണ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുന്നത്? 2012 പോക്സോ നിയമപ്രകാരം ആർക്കെതിരെയാണ് പ്രേരണ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുക? ആർക്കാണ് പ്രേരണ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുക? അതായത് ഒരു കുട്ടിയില്ലേ, ഒരു കുട്ടിനെ എന്ത് ചെയ്യുക? ലൈംഗിക അതിക്രമം നീ പോയി ചെയ്യേ എന്ന് പറഞ്ഞിട്ട് പ്രേരിപ്പിക്കുക. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഒരു കുട്ടിയെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരുത്തനോട് പ്രേരിപ്പിക്കുകയാണ്. ഓക്കെ, ആ പ്രേരിപ്പിച്ചാൽ ഞാനാണ്, എനിക്കെതിരെയാണ് പ്രേരണ കുറ്റത്തിന് കേസെടുക്കേണ്ടത്, ഇല്ലേ? ഞാനല്ലേ പ്രേരിപ്പിച്ചു വിട്ടത്. അപ്പൊ എന്താണ്? ഏതെങ്കിലും വ്യക്തിയെ പ്രേരിപ്പിക്കുക, അല്ലെ? അതേപോലെ ഗൂഢാലോചനയിൽ ഏർപ്പെടുക. ഒരു 10 പേർ ചേർന്ന് സംഘം ചേർന്നിട്ട് ഗൂഢാലോചന ചെയ്യുക. എന്തിനാ? ആ കുട്ടിയെ അല്ലെങ്കിൽ ഇന്ന വ്യക്തിയെ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗൂഢാലോചന നടത്തുക. അങ്ങനെ ആ ഗൂഢാലോചന നടത്തുന്നവർക്കെതിരെയും എന്ത് ചെയ്യാം? പ്രേരണ കുറ്റത്തിന് കേസെടുക്കാം. അതുപോലെ വേറൊരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്നതിന്, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന എനിക്കെതിരെ, ഞാനാണ് ഇപ്പൊ ചെയ്യുന്നതെങ്കിൽ എനിക്കെതിരെ എന്ത് ചെയ്യാം? പ്രേരണ കുറ്റത്തിന് കേസെടുക്കാൻ പറ്റും. അതുപോലെ ഒരു കുട്ടിക്കെതിരെ വന്നിട്ട് ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം സഹായിക്കുക, അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്, അല്ലെ? അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ ഞാൻ അത് പ്രേരിപ്പിക്കല്ലേ, വീണ്ടും അത് ചെയ്യാൻ വേണ്ടി പോയിട്ട് പ്രേരിപ്പിക്കല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികൾക്കെതിരെയൊക്കെയാണ് പ്രേരണ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയാട്ടോ. അപ്പൊ പ്രേരണ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുക, ഒന്ന്. പിന്നെ ഗൂഢാലോചന നടത്തുക,
സംഘം ചേർന്ന് ഗൂഢാലോചന നടത്തുന്നവർക്കെതിരെയും പ്രേരണ കുറ്റത്തിന് കേസെടുക്കാം. പിന്നെ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന വ്യക്തികൾക്ക് കേട്ടോ, ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം എന്ത് ചെയ്യാണ്, സഹായിക്കുന്ന വ്യക്തിയെ പ്രേരണ കുറ്റത്തിന് കേസെടുക്കാൻ പറ്റും. മനസ്സിലായോ? അടുത്തത് നോക്കുക, 2024 ബാലവേല 2024 എന്നല്ല കേട്ടോ മക്കളെ, 2024 ബാലവേലക്കെതിരെ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് നമ്മുടെ ഇന്ത്യയുമായിട്ട് സഹകരിച്ചത് കേട്ടോ? 2024 സംഭവിച്ചത്. ബാലവേലക്കെതിരെ കേട്ടോ ഒരു ക്യാമ്പയിൻ ആരംഭിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു അന്താരാഷ്ട്ര സംഘടന നമ്മുടെ ഇന്ത്യയുമായിട്ട് സഹകരിച്ചു. അത് ഏത് സംഘടനയാണ്? ഏതാണ്? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ് കേട്ടോ. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. 2012 പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന പദം നിർവചിച്ചിരിക്കുന്നത് ആർക്കാണ്? 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും അല്ലേ? 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും കുട്ടി എന്ന പദം നിർവചിച്ചിരിക്കുന്നു. മനസ്സിലായോടാ? അപ്പൊ ലൈംഗിക കുറ്റകൃത്യത്തിനുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? 8. പോക്സോ നിയമത്തിൽ എത്ര വകുപ്പുകൾ ഉണ്ടടാ? 46 വകുപ്പുകൾ ഉണ്ട് അല്ലേ? 46 വകുപ്പ്. ജുവൈനൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്ടാ? 18 ഏജിന് താഴെയുള്ള ഏതൊരു കുട്ടിയെയും എന്താണ് ജുവൈനൽ എന്ന പദം കൊണ്ട് അർത്ഥമാക്കും അല്ലേ? പോക്സോ നിയമപ്രകാരം കുട്ടി എന്നാൽ എത്രയാണ്? 18 ഏജിന് താഴെയാണ്. 2024 ബാലവേലക്കെതിരെ ക്യാമ്പയിൻ ആരംഭിച്ചത് ആരാണ്? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ്. കുട്ടി എന്നല്ലേ നിർവചിച്ചിരിക്കുന്നത് 18 വയസ്സിന് താഴെയാണ്. അടുത്ത നോക്ക്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്? ചൈൽഡ് വെൽഫെയർ നമ്മുടെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞില്ലേ, ലേബർ സംഘടന. കാറ്റഗറി നമ്പർ പറയാൻ പറ്റതാണ് കേട്ടോ. 134/2024 ക്വസ്റ്റ്യൻ ആണ്. കുട്ടി എന്ന പദം നിർവചിച്ചിരിക്കുന്നതും 134/2024 ചോദ്യമാണ് കേട്ടോ. 134/2024 ചോദ്യമാണ്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ കാറ്റഗറി നമ്പർ 154/2024 ചോദ്യമാണ്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്? എത്രയാണ്? പഠിച്ച റിവിഷൻ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളും കേട്ടോ. ഒരു ചെയർപേഴ്സൺ പ്ലസ് എത്ര അംഗങ്ങളാണ്? 4 അംഗങ്ങൾ കേട്ടോ. 4 അംഗങ്ങൾ, മൊത്തം 5 കേട്ടോ. മൊത്തം 5 അംഗങ്ങളാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ഉള്ളത്. അതിൽ ഒരാള് ചെയർപേഴ്സണും മറ്റു 4 അംഗങ്ങളും. മറക്കരുത് മക്കളെ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളാണ്? 5 അംഗങ്ങളാണ്. അതിൽ ഒരു ചെയർപേഴ്സണും ഉണ്ട്, 4 അംഗങ്ങളുമുണ്ട്. ഓക്കെ ആണോ? അടുത്ത നോക്ക്, വധശിക്ഷ നൽകാൻ വ്യവസ്ഥ ചെയ്തുകൊണ്ട് പോക്സോ നിയമം ഭേദഗതി ചെയ്ത വർഷം എപ്പോഴാണ്? 2012 പോക്സോ നിയമം നിലവിൽ വന്നു അല്ലേ? അത് വധശിക്ഷ പോരാ, വർഷങ്ങളിലുള്ള ശിക്ഷ മാത്രം പോരാ, അവർക്ക് വധശിക്ഷയെങ്കിലും കൊടുക്കണം. അത്രയും അതീവ ഗുരുതരമാണെങ്കിൽ വധശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഭേദഗതി ചെയ്തത് എപ്പോഴാ? 2019 കേട്ടോ. 2019 വധശിക്ഷ പോക്സോ നിയമം ഭേദഗതി ചെയ്തത്. 2012 പോക്സോ നിയമം നിലവിൽ വന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്? അടുത്ത ചോദ്യം ചെയ്യുക. 2012 പോക്സോ നിയമം നിലവിൽ വന്നത് ഏതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്? ഏത് വകുപ്പിനെ അടിസ്ഥാനമാക്കിയിട്ടാണെന്ന് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പോക്സോ നിയമം നിലവിൽ വന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്? കിട്ടുന്നുണ്ടോ? ആൻസർ കിട്ടുന്നുണ്ടോ? ആർട്ടിക്കിൾ 15(3) കേട്ടോ. 15(3) കേട്ടോ. 15(3) കേട്ടോ. 15(3) 2012 പോക്സോ നിയമം അല്ലേ? അതായത് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് പോക്സോ 2012 നിലവിൽ വന്നത്. 15(3) അടിസ്ഥാനമാക്കിയിട്ടാണ് കേട്ടോ. എന്താണ്? 15(3) കേട്ടോ. 15(3) അടിസ്ഥാനമാക്കിയിട്ടാണ്. 15(3) അടിസ്ഥാനമാക്കിയിട്ടാണ്. അടുത്തത്, ബാലനീതി നിയമപ്രകാരം അതീവ ഗുരുതരമായ കുറ്റകൃത്യം എന്നാൽ എന്താണ്? ബാലനീതി നിയമപ്രകാരം നമ്മൾ പറയാറുണ്ട് ആ ചെയ്ത തെറ്റ് അതീവ ഗുരുതരമാണ്. അപ്പൊ അത് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ അത് അതീവ ഗുരുതരമായ കുറ്റകൃത്യം എന്ന് പറയുന്നത്? കുറ്റകൃത്യം എന്നാൽ എന്താണ്? ബാലനീതി നിയമപ്രകാരം അതീവ ഗുരുതരമായ കുറ്റകൃത്യം എന്നാൽ എത്ര വർഷം ശിക്ഷ കിട്ടും? അത് പറയേ. എത്ര അതീവ ഗുരുതരമായ കുറ്റകൃത്യം എന്നാൽ എത്ര വർഷം ശിക്ഷ?
മിനിമം എത്രയാണ്? 7 വർഷം വരെയാണ് കേട്ടോ. 7 വർഷം വരെയാണ് ശിക്ഷ. മക്കളെ ഇവിടെ നമുക്ക് എപ്പോഴും ഈ പോക്സോയില് ഈ ശിക്ഷയെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ഏരിയ ആണ് അല്ലെ. ഏത് കുറ്റത്തിന് ഇത്ര വർഷം, ഏത് കുറ്റത്തിന് എത്ര വർഷം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യും? കൺഫ്യൂഷൻ വരും. അത് ഞാൻ ഇപ്പൊ തീർത്ത് തരാം കേട്ടോ. അതായത് ഇപ്പോ ലൈംഗിക, അവിടെ ശ്രദ്ധിച്ചോട്ടാ, ഇവിടെ ശ്രദ്ധിച്ചോ, ലൈംഗിക അതിക്രമണം, ഇതൊരൊറ്റ വാക്കേ ഉള്ളൂ കേട്ടോ. കുട്ടിയുടെ നേരില് ഒരു ലൈംഗിക അതിക്രമണം, ലൈംഗിക ആക്രമണം അല്ലെ, ലൈംഗിക ആക്രമണം നടന്നു. ഒരു മിനിറ്റ് ക്ഷമിക്കണേ. ഓക്കെ, കുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമണത്തിനുള്ള ശിക്ഷ അല്ലെ, ലൈംഗിക അതിക്രമണത്തിനുള്ള, ഇവിടെ ഞാൻ വേറിട്ട് പറഞ്ഞുതരാം, ശിക്ഷ മനസ്സിലാക്കണേ. ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷ എന്ത് എന്ന് ചോദിച്ചാൽ 3 to 5 വർഷം വരെ തടവ്. ഓക്കെ, 5 വർഷം വരെ, 3 വർഷം മുതൽ 5 വർഷം വരെ തടവും, പിന്നെ എന്താണ്? തടവ്, അതുപോലെ ശിക്ഷ, പിന്നെ പിഴ അല്ലെ. 3 മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷയും പിന്നെ എന്താ? പിഴയും. ഇനി അതീവ ഗുരുതരമായ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ എന്താണ്? അതീവ ഗുരുതരമായ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷയാണ് 7 വർഷം വരെ. ഓക്കെ, 7 വർഷം വരെ ശിക്ഷ. ഇനി 16 വയസ്സിന് താഴെയാണെങ്കിൽ, 16 ഏജിന് താഴെയാണ് ആ കുട്ടി എങ്കിൽ 20 വർഷത്തിൽ കുറയാത്ത ശിക്ഷ. 20 വർഷത്തിൽ കുറയാനേ പാടില്ല കേട്ടോ. 20 വർഷത്തിൽ കുറയാത്ത ശിക്ഷ, പിഴ അല്ലെങ്കിൽ വധശിക്ഷ. മനസ്സിലായോ? ഇതാണ് നമുക്ക് പോക്സോയില് 3 ശിക്ഷകളെ കുറിച്ച് പഠിക്കാനുള്ളത്. ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ 3 മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷയും പിഴയും. അതീവ ഗുരുതരമാണെങ്കിൽ 7 വർഷം വരെ തടവ് ശിക്ഷയും പിഴയും. 16 വയസ്സിന് താഴെയാണെങ്കിൽ 20 വർഷത്തിൽ കുറയാത്ത ശിക്ഷയും പിഴയും അല്ലെങ്കിൽ വധശിക്ഷ വരെ ആകാം. മനസ്സിലായോ? ഇതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടില്ലേ പോക്സോ നിയമത്തില്? അതുപോലെ ഒരു ക്വസ്റ്റ്യനില് ഡിലീഷൻ ആയിട്ടുണ്ട്. ആ ഡിലീഷൻ ചെയ്തതിൽ സ്റ്റേറ്റ്മെന്റിൽ കുറച്ച് പ്രസ്താവനകൾ, ശരിയായിട്ടുള്ള പ്രസ്താവനകളുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പോക്സോ നിയമപ്രകാരം ശരിയല്ലാത്ത പ്രസ്താവന ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതില് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഞാൻ ഒന്നാമത്തത് വായിക്കാം. പോക്സോ നിയമപ്രകാരം കേസുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്താൻ പാടുമോ? ഒരു കുട്ടി ലൈംഗിക അതിക്രമണത്തിന് ഇരയായാൽ ആ കുട്ടിയുടെ വ്യക്തിത്വം പരസ്യപ്പെടുത്താൻ പാടുമോ? ആ കുട്ടി ഇന്ന സ്ഥലത്താണ്, ഇന്ന അച്ഛൻ്റെയും അമ്മൻ്റെയും മകളാണ്, ഇന്ന ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഇന്ന സ്കൂളിലാണ് പഠിക്കുന്നത്, ആ കുട്ടിയുടെ വ്യക്തിത്വം രേഖപ്പെടുത്താൻ പുറത്തുവിടാൻ പറ്റുമോ? പാടുമോ? പാടില്ല അല്ലെ. വ്യക്തിത്വം വെളിപ്പെടുത്താൻ പാടില്ല. നമ്മളെ ടിവിയിലൊക്കെ കാണുമ്പോൾ ആ കുട്ടിയുടെ മുഖങ്ങൾ ബ്ലർ ചെയ്തിട്ട് കാണിക്കാറില്ലേ? എന്തുകൊണ്ടാണ്? അത് മാധ്യമങ്ങൾ മറ്റേ ബ്ലർ ചെയ്യാതെ കാണിച്ചാൽ മതി അല്ലേ? ശിക്ഷ കടുത്തതായിരിക്കും. വ്യക്തിത്വം വെളിപ്പെടുത്താൻ പാടില്ല. പിന്നെ കുട്ടിയുടെ മൊഴി എടുക്കുന്ന സമയത്ത് എവിടെ ആയിരിക്കണം? മൊഴി എടുക്കുന്നത് എവിടെ വെച്ചിട്ടായിരിക്കണം? കുട്ടിയുടെ താമസ സ്ഥലത്ത് വെച്ചിട്ടായിരിക്കണം കേട്ടോ. കുട്ടിയുടെ താമസ സ്ഥലത്ത് വെച്ചിട്ടായിരിക്കണം എന്താണ്, അതായത് മൊഴി എടുക്കേണ്ടത് താമസ സ്ഥലത്ത് വെച്ചിട്ടായിരിക്കണം. ഒരിക്കലും ഒരു പോലീസുകാരി എന്ത് ചെയ്യാൻ പാടില്ല? പോലീസ് സ്റ്റേഷനിലേക്ക് കുട്ടിയെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ നിന്ന് മൊഴിയെടുക്കാനൊക്കെ പറയുന്നത് ഭയങ്കര ഹീനമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ മൊഴി എടുക്കുന്നത് താമസ സ്ഥലത്ത് വെച്ചായിരിക്കണം. പിന്നെ മൊഴിയെടുക്കുമ്പോൾ പോലീസ് യൂണിഫോമിൽ ആയിരിക്കരുത്. പേടിക്കില്ലേ? നമ്മളൊക്കെ ചെറുപ്പകാലം എന്ന് പറയുമ്പോൾ പോലീസുകാരെ കണ്ട ഒരൊറ്റ ഓട്ടമാണ് അല്ലേ? അപ്പൊ യൂണിഫോമിൽ ആയിരിക്കരുത്. പോലീസുകാരെ ആയിരിക്കരുത്. പോലീസുകാർ യൂണിഫോമിൽ ആയിരിക്കരുത്. പിന്നെ ഒരു കാരണവശാലും രാത്രിയിൽ തടങ്കൽ വെക്കാൻ പാടില്ല. നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓയിൽ ക്വസ്റ്റ്യൻ വന്നത് ഓർമ്മയുണ്ടോ? രാത്രിയോ പകലോ വെക്കാൻ അല്ലേ? നമ്മൾ വേഗം പോയിട്ട് ഓടിപ്പോയി കർപ്പിച്ചു. എന്താണ് അവിടെ പകല് നിന്നുണ്ട് കണ്ട, PSC ഇട്ട പണിയാണ് പകല്. നമ്മൾ ചിന്തിച്ചു രാത്രിയൊന്നും പാടില്ല, കുട്ടിനെ പകലും അവിടെ ഒന്നും വിളിച്ചു വരുത്താൻ പാടില്ല. പക്ഷെ പകൽ എന്ത് ചെയ്യാം? കുട്ടി രാത്രിയെ തടങ്കലിൽ വെക്കാൻ പാടില്ലാത്തുള്ളൂ. പകൽ അവിടേക്ക് എന്ത് ചെയ്യാം? സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ചു വരുത്താനോ അതൊക്കെ നമുക്ക് അവർക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ രാത്രിയിൽ എന്ത് ചെയ്യാൻ പാടില്ല? തടങ്കലിൽ വെക്കാൻ പാടില്ല. രാത്രിയിൽ തടങ്കലിൽ വെക്കാൻ പാടില്ല.
മനസ്സിലായോ? അപ്പൊ വ്യക്തിത്വം ഒരിക്കലും വെളിപ്പെടുത്താൻ പാടില്ല. കുട്ടിയുടെ മൊഴി എടുക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും കാരണവശാൽ പകൽ വിളിച്ചു വരുത്താം. പക്ഷെ മൊഴി എടുക്കുന്നതൊക്കെ എവിടെ വെച്ചിട്ടായിരിക്കണം? താമസ സ്ഥലത്ത് വെച്ചിട്ടായിരിക്കണം. യൂണിഫോമിൽ ആയിരിക്കരുത്. ഉദ്യോഗസ്ഥര് രാത്രിയിൽ തടങ്കലിൽ വെക്കാൻ പാടില്ല. മനസ്സിലായോ? അതൊന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്തു? 2024ത്തെയും 2025ത്തെയും കഴിഞ്ഞ ക്ലാസ്സിലത്തെയും ഇന്നത്തെ ക്ലാസ്സിലും കൂടിയിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് 2021ലെയും 23 വരെയുള്ളത് അടുത്ത ക്ലാസ്സിൽ പോക്സോ നിയമം നമ്മൾ എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. പോക്സോ നിയമത്തിലെ ഫുൾ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഇനി ഇതേപോലെ ഞാൻ 2-3 ക്ലാസ് ആയിട്ട് ഒരു ടോപ്പിക്ക് തരില്ല കേട്ടോ. ഒരൊറ്റ ക്ലാസ് കൊണ്ട് ഒരു ടോപ്പിക്കിൽ മുഴുവൻ തീർക്കാം. അതിന് നിങ്ങളുടെ സഹകരണം വേണം. മനസ്സിലായോ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ ക്വസ്റ്റ്യൻ പഠിച്ചു അല്ലേ? കുറേ ക്വസ്റ്റ്യൻ പഠിച്ചു. 2012 ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. ഒന്നൊപ്പം വാ. കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. 2012 പോക്സോ ആക്ട് പ്രകാരം കുട്ടിയുടെ മേലെ ലൈംഗിക ആക്രമണം നടത്തിയാൽ ശിക്ഷ എത്രയാണ്? എത്രയാണ്? ലൈംഗിക അതിക്രമണം നടത്തിയാൽ 3 വർഷം മുതൽ 5 വർഷം വരെ എന്നാണ് അല്ലേ? അപ്പൊ അതിൽ ഓപ്ഷനിൽ എത്രയാന്ന് പറയാം? 5 വർഷം വരെ തടവ്. ഓക്കെ, 5 വർഷം വരെ കേട്ടോ. 5 വർഷം വരെ തടവ്. ലൈംഗിക അതിക്രമണം നടത്തിയാൽ നമ്മൾ എന്താ പറഞ്ഞത്? 3 വേറിട്ട് പഠിച്ചു. ലൈംഗിക അതിക്രമണമാണെങ്കിൽ 5 വർഷം വരെ അല്ലെ? 3 × 5. അതീവ ഗുരുതരമാണെങ്കിൽ 7 വർഷം വരെ. 16 വയസ്സിന് താഴെയാണെങ്കിൽ 20 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷ അല്ലെങ്കിൽ വധശിക്ഷ വരെ പോകാം. ഓക്കെ, ഇത് മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. പറയാ. ചെയ്യാൻ കഴിയണം. ഓക്കെ, അതായത് ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്ക് നേരെയുള്ള ഒരു 20 വർഷത്തിൽ കുറയാത്ത ശിക്ഷ നൽകുന്നത് 20 വർഷത്തിൽ കുറയാത്ത ശിക്ഷ നൽകുന്നത് ഏത് പ്രായത്തിലുള്ള കുട്ടികളെ ലൈംഗിക അതിക്രമണം ചെയ്താലാണ്? എത്രയാണ്? 16 വയസ്സ് അല്ലേ? 16 ഏജിന് താഴെയാണ്. ഓക്കെ ആണോ? കാറ്റഗറി നമ്പർ 78/2024 ചോദ്യം ചോദിച്ചതാണ്. ഓക്കെ, ഇത് 66/2024 ചോദ്യമാണ്. മനസ്സിലായോ? അടുത്ത് ഞാൻ പറയാം. പോക്സോ ആക്ട് പ്രകാരം പരാതി കെട്ടിച്ചമച്ചതോ തെറ്റായ വിവരമോ ആണെങ്കിൽ, അപ്പോൾ ഒരു പരാതി കൊടുക്കുന്നത് ഒരു കെട്ടിച്ചമച്ച പരാതിയാണ് അല്ലെങ്കിൽ തെറ്റായ പരാതിയാണ് എങ്കിൽ ആ പരാതി തെളിഞ്ഞ ശേഷം അത് തന്നിരിക്കുന്ന പരാതി തെറ്റായതാണ് എന്ന് മനസ്സിലായതിനാൽ ശിക്ഷ ഉണ്ടാകില്ല. ആർക്കാണ് ശിക്ഷ കൊടുക്കാത്തത്? ഇപ്പോൾ ഞാൻ ഒരു പരാതി കൊടുക്കുകയാണ് ഒരാൾക്കെതിരെ. എന്താണ്? തെറ്റായിട്ടുള്ള ഒരു പരാതി കൊടുക്കുകയാണ്. ഒരു കുട്ടിക്കെതിരെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള പരാതി, അവരങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റായ പരാതി കൊടുക്കുകയാണെങ്കിൽ ശിക്ഷ കൊടുക്കില്ല. ആർക്കാണ് ശിക്ഷ കൊടുക്കാതിരിക്കുക? പിന്നീട് തെളിഞ്ഞാലും 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മാത്രമേ 18 ഏജിന് താഴെയാണ് ആ കുട്ടി കൊടുത്ത വ്യക്തിയെങ്കിൽ ആ കുട്ടിക്ക് എന്തുണ്ടായില്ല? ശിക്ഷ കൊടുക്കില്ല. ആ സ്ഥാനത്ത് നമ്മളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വിവരം അറിയും. അപ്പൊ 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയാണ് ഒരാൾക്കെതിരെ തെറ്റായ വിവരമോ എന്തെങ്കിലും പരാതിയോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ ഉദ്യോഗസ്ഥര് തന്നിരിക്കുന്ന പരാതി തെറ്റാണെന്ന് തെളിഞ്ഞാലും 18 വയസ്സിന് താഴെയാണെങ്കിൽ എന്തുണ്ടാകില്ല? ശിക്ഷ ഉണ്ടാകില്ല. അത് ക്വസ്റ്റ്യൻ നമ്മുടെ കാറ്റഗറി നമ്പർ 78/2024 തന്നെ ചോദ്യമാണ് കേട്ടോ. ഇനി 2012 പോക്സോ നിയമം ബാധകമാകുന്നത് എവിടെയാണ്? 2012 പോക്സോ നിയമം എവിടെയാണ് ബാധകം? ഇന്ത്യയിലെ എവിടെയാണ് ബാധകം? എവിടെയാണ്? നമ്മുടെ ഇന്ത്യ മുഴുവൻ ബാധകമാണ് അല്ലേ? ഇന്ത്യ മുഴുവൻ എന്താണ്? ബാധകം ആണ്. ഇനി കുട്ടികളെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം കേട്ടോ. കുട്ടികളെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യുന്ന കാര്യം നമ്മുടെ പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഇപ്പോ ഒരു കുട്ടിയെ ലൈംഗികമായിട്ട് ആക്രമിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? കുറേ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അത് വിത്തിൻ എത്ര മണിക്കാണ് റിപ്പോർട്ട് ലഭിച്ച? 24 മണിക്കൂറിന്റെ ഉള്ളിൽ അല്ലേ? റിപ്പോർട്ട് ലഭിച്ച റിപ്പോർട്ട് എന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ റിപ്പോർട്ട് എന്ന വാക്ക് ശ്രദ്ധിക്കണേ. റിപ്പോർട്ട് ലഭിച്ച 24 മണിക്കൂറിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഇനി അടുത്തത് നമ്മള് പോക്സോ നിയമത്തില് നമ്മളിപ്പോ ഒരു കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് വകുപ്പ്.
ഏതാണ്? അശ്ലീല ആവശ്യങ്ങൾക്ക്, ഒരു കുട്ടിയെ ലൈംഗിക ആക്രമണത്തിന് അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 122/2024 ചോദ്യമാണ്. അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ശിക്ഷയെ കുറിച്ചിട്ട് വിഭാഗം 14 കേട്ടോ. വിഭാഗം 14 കിടക്കുന്നത്. അടുത്തത് എപ്പോഴാണ് പോക്സോ ആക്ട് നിലവിൽ വന്നത്? പോക്സോ ആക്ട് നിലവിൽ വന്നത് എപ്പോഴാണ്? 2012 നവംബർ മാസം 14 ഇതൊക്കെ പ്രീവിയസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന ക്വസ്റ്റ്യൻ ആണ്. അത് വീണ്ടും നിങ്ങൾക്ക് ഒന്നും കൂടി പറഞ്ഞു തരുന്നു. പിന്നെ പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ്? 18 ഏജിന് താഴെയുള്ള, അത് ആണുമാകാം അല്ലെങ്കിൽ പെണ്ണുമാകാം. ഓക്കെയാണോ? പോക്സോ നിയമം ഭേദഗതി ചെയ്തപ്പോഴാ 2019. ഇനി ജുവൈനൽ പ്രകാരം കുട്ടി, ജുവൈനലിന്റെ അർത്ഥം എന്താ? 18 ഏജിന് താഴെയുള്ളതാണ്. ഓക്കെയാണോ? ഇനി ഒരു ക്വസ്റ്റ്യനാണ് PSC ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ PSC എന്ത് ചെയ്തു? ഡിലീഷൻ ചെയ്തു. മനസ്സിലായോ? ആ ഡിലീഷൻ ചെയ്തതിൽ ഞാൻ അതിൽ ഓപ്ഷനിലുള്ള കാര്യങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ഒന്ന് മക്കൾ ശ്രദ്ധിക്കണേ. പോക്സോ നിയമം വകുപ്പ് 28 കേട്ടോ. വകുപ്പ് 28 പ്രകാരം എന്താണ്? വകുപ്പ് 28 അനുസരിച്ചിട്ട് ഓരോ ജില്ലയിലും കേട്ടോ, ഓരോ ജില്ലയിലും എന്ത് ചെയ്യണം? ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രത്യേക കോടതികൾ സ്ഥാപിക്കണം. നാളെ ഒരു ക്വസ്റ്റ്യനിൽ വരികയാണ്. 2012 പോക്സോ നിയമം അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് വേണ്ടി പ്രത്യേക കോടതികൾ സ്ഥാപിക്കണം. ഇവർക്ക് വേണ്ടി മാത്രം, പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യണം? ഓരോ ജില്ലയിലും കോടതികൾ സ്ഥാപിക്കണം എന്ന് പറയുന്ന പോക്സോ നിയമത്തിലെ സെക്ഷൻ ഏത് എന്ന് ചോദിച്ചാൽ വകുപ്പ് 28 വകുപ്പ് 28 ഓക്കെയാണോ? വകുപ്പ് 28 പ്രകാരമാണ് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രത്യേക കോടതികൾ സ്ഥാപിക്കണം എന്ന് പറയുന്നത്. അടുത്ത ഓപ്ഷൻ നോക്കിക്കോ. പോക്സോ നിയമത്തിലെ വകുപ്പ് 27 എന്താണ്? വകുപ്പ് 27 പറയുന്നത് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കണം. ഓക്കെ, വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് പറയുന്നത് വകുപ്പ് 27 ഓക്കെ. അതേപോലെ പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴി എടുക്കുന്ന സമയത്ത് പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആകരുത്. ഓക്കെ, അപ്പൊ അതൊരു ഓപ്ഷൻ കൂടി നോക്കുക കേട്ടോ. വകുപ്പ് 28 ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദപരമായിട്ടുള്ള പ്രത്യേക കോടതികൾ സ്ഥാപിക്കണം എന്ന് പറയുന്നത് വകുപ്പ് 28. വകുപ്പ് 27 ലൈംഗിക കുറ്റകൃത്യത്തിന് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് 27 ഓക്കെ ആണോ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ് നമുക്ക് അടുത്ത ക്ലാസ്സോട് കൂടിയിട്ട് പോക്സോ കംപ്ലീറ്റ് ആക്കാം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമുക്ക് പോക്സോ കഴിഞ്ഞുകൊണ്ട് ഇംഗ്ലീഷിലുള്ള ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, ക്ലാസ്സുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പോക്സോ അടുത്ത ക്ലാസ്സിൽ നാളെ ക്ലാസ് കഴിഞ്ഞ ശേഷം സിനോണിയംസ് ഇല്ലേ, സിനോണിയംസ് ഒക്കെ ഒറ്റ ക്ലാസ്സിൽ തരും കേട്ടോ. അതിനൊന്നും പിന്നെ വേറെ 2-3 ക്ലാസ് ഒന്നും തരില്ല. 2021 മുതൽ 25 വരെയുള്ള ഫുൾ സിനോണിയംസ് ഒറ്റ ക്ലാസ്സിൽ മലയാളം അർത്ഥങ്ങളടക്കം തന്നിട്ട് തരാം കേട്ടോ. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് മാത്രം മതി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.